ഇന്ന് ഏത്തപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ, എണ്ണയിലൊന്നും ഉണ്ടാക്കുന്നതല്ല. അതിനായി ഞാനിത് അവിടെ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഈ ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം ചേർത്ത് ഇത് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അത് അരിച്ച് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെടുത്ത് ഞാൻ പഴത്തിൻ്റെ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി ഈ അരച്ച കൂട്ടിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതിന് പകരം അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏതും ചേർക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. പിന്നെ 2 സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ അത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് യോജിപ്പിക്കണം. ഇത് മിക്സിയിൽ അടിക്കരുത് കേട്ടോ, ഇതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി റവയൊക്കെ ചേർത്തതിന് ശേഷം. ഇപ്പോൾ എനിക്കിത് കുറച്ചും കൂടി കട്ടിയായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് കൂടി ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ശർക്കരപ്പാനി ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണമല്ലോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ വശത്തും എത്തുന്ന പോലെ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാൻ വേണ്ടി പാത്രം എടുക്കാം. ഞാൻ കുറച്ച് ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി വരെ മാത്രം നമ്മൾ നിറച്ച് കൊടുക്കണം. കാരണം ഇത് വേകുമ്പം നിറയെ പൊങ്ങി വരും, അതുകൊണ്ടാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾക്ക് ചെമ്പ് അടുപ്പിൽ വയ്ക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ആവി വന്നതിന് ശേഷം വേണം നമ്മളിത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇത് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ടാപ്പ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറേ നട്ട്സോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിത് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം ഞാനിതാ ഇവിടെ 20 മിനിറ്റ് സമയം മൂടി വെച്ച് വേവിച്ചതാണ് കേട്ടോ. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ, കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് എണ്ണയൊന്നും ഇല്ലാത്ത പലഹാരമാണല്ലോ ഇതിൽ. ഇപ്പോൾ നമ്മളൊന്നും എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ എന്ത് വേണമെങ്കിൽ നമുക്ക് വറുത്ത് ചേർത്തും കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കി, തിന്നിട്ടും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.